ഗൈസ് നമസ്കാരം, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടായിരിക്കും വീഡിയോയിലോട്ട് വന്നിട്ടുണ്ടാവുക. LBS അപേക്ഷ ഉടൻ വിളിക്കുന്നു എന്നുള്ളത്. അപ്പോൾ LBS അപേക്ഷ ഉടൻ വിളിക്കുന്നു എന്ന് പറയാനുള്ള കാരണം, കഴിഞ്ഞ വർഷത്തെ ഒരു പ്രോസ്പെക്ടസ് ഞാൻ പരിശോധിച്ച സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്ടസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്ടസ് ഒന്ന് പരിശോധിച്ച സമയത്ത് മെയ് ഫസ്റ്റ് വീക്കിൽ LBSന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ അപേക്ഷ കൊടുക്കാനുള്ള ഡേറ്റ് എനിക്ക് തോന്നുന്നു മെയ് 14 മുതലാണ്. അത് ജൂൺ 4 വരെ എന്തുണ്ട്, അപേക്ഷ കൊടുക്കാനുള്ള ഡേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ ഇന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ജൂൺ 4 ഇതുവരെയായിട്ട് ഈ വർഷം LBSന്റെ ഒരു അനക്കവും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ വിളിക്കുന്നതായിരിക്കും. ഇനി അധികം ഡിലേസും കാര്യങ്ങളൊന്നും വരില്ല. പല കാരണങ്ങളും ഉണ്ടാവാം. പിന്നെ ഓഗസ്റ്റ് 1 കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പൊ ജൂലൈ മാസങ്ങളിലാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്തോട്ടേക്ക് വരിക. അപ്പോൾ ജൂലൈ കഴിഞ്ഞാൽ ഓഗസ്റ്റ് 1 കഴിഞ്ഞ മാസം അലോട്ട്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓഗസ്റ്റ് 1 മുതലാണ് ഫസ്റ്റ് അലോട്ട്മെന്റ്, ട്രയൽ ഫസ്റ്റ് ഒക്കെ ആയിട്ട് ഓഗസ്റ്റ് മാസങ്ങളിലാണ് അത് നടക്കാറുള്ളത്. അപ്പോ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വർഷം എന്തുകൊണ്ട് ഡിലേ ആകുന്നു എന്നുള്ളതിന്റെ കുറച്ച് പോസിബിലിറ്റീസ് ആണ് ഞാൻ സംസാരിക്കുന്നത്. ഡിലേ ആയതിന്റെ ഒരു പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഇൻസ്പെക്ഷൻസിന്റെ ഡിലേസ് ആണ്. ഇപ്പൊ കേരളത്തിലുള്ള ഏത് നഴ്സിംഗ് കോളേജുകളുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാലോ, INC എന്ന് പറയും, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിംഗ് എന്ന് പറയും. ഇവരുടെ ഇൻസ്പെക്ഷൻ കേരളത്തിലല്ല, ഇന്ത്യയിലെ എല്ലാ കോളേജുകളും INCയുടെ ടീം വന്നിട്ട് ഇൻസ്പെക്ട് ചെയ്യും കോളേജുകൾ. അവിടെ കോളേജുകൾ ഉണ്ടോ, അവിടെ വേണ്ടത്ര ഫെസിലിറ്റീസ് ഉണ്ടോ, ഒരു നഴ്സിംഗ് പഠിക്കേണ്ട വിദ്യാർത്ഥിക്ക് വേണ്ട ലാബുകൾ ഉണ്ടോ, ഹോസ്റ്റൽ സംവിധാനം ഉണ്ടോ എന്നിങ്ങനെ പല ഇൻസ്പെക്ഷൻസും നടക്കും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എന്നുള്ള ഇൻസ്പെക്ഷൻസ് ഉണ്ടാവും, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്. ഇങ്ങനത്തെ ഇൻസ്പെക്ഷൻസിൽ ഡിലേ വന്നാൽ ചിലപ്പോൾ അപേക്ഷ പുതിയ വർഷത്തേക്ക്, ഇപ്പോൾ ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞതിന് ശേഷം ആ കോളേജിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അപ്രൂവൽ കൊടുത്തിട്ടില്ലെങ്കിൽ അത് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ബാധിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇൻസ്പെക്ഷൻ, മൊത്തത്തിലുള്ള ഇൻസ്പെക്ഷൻ കുറച്ച് ഡിലേ ആയതുകൊണ്ടാവാം ചിലപ്പോൾ ഈ വർഷത്തെ ഡിലേ വന്നത്. അതൊരു പോസിബിലിറ്റിയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഇപ്പൊ കീമല്ല നീറ്റ് എക്സാം ക്യാൻസൽ ചെയ്തു. അപ്പൊ നീറ്റ് എക്സാം ക്യാൻസൽ ചെയ്യാന്ന് പറയുമ്പോൾ കീമിന്റെ കാര്യങ്ങൾ, ഇപ്പൊ കീം വഴിയാണല്ലോ മെഡിക്കൽ അനുബന്ധപ്പെട്ട കോഴ്സുകളൊക്കെ വരുന്നത്. മെഡിക്കൽ അനുബന്ധപ്പെട്ട കോഴ്സുകൾക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കീം രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നീറ്റ് എക്സാം ക്യാൻസൽ ആയതുകൊണ്ട് തന്നെ MBBS, BDS, യുനാനി, ആയുർവേദ, സിദ്ധ, ഹോമിയോ പോലുള്ള കോഴ്സുകൾ കിട്ടാത്ത കുട്ടികൾ പിന്നീട് നോക്കുന്നത് LBS ആണ്. അപ്പോൾ അതൊരു ക്ലാഷ് വരുമല്ലോ. ഒബ്വിയസ്ലി ഇപ്പോൾ നീറ്റ് എക്സാം ഇനി രണ്ടാമത് വരുന്ന സമയത്ത് നീറ്റ് എഴുതിയിട്ടായിരിക്കും അവരിത് പ്രതീക്ഷിക്കുന്നത്. ഇൻ കേസ് അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിന് പോവാലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതും ഒരു കാരണമാവാം. കാരണം മെഡിക്കൽ അനുബന്ധപ്പെട്ട കോഴ്സുകൾ കിട്ടാത്ത കുട്ടികൾ BSc നഴ്സിംഗ്, ഫിസിയോതെറാപ്പി, ഓക്യുപേഷൻ തെറാപ്പി പോലുള്ള കോഴ്സുകൾക്ക് കൊടുക്കാറുണ്ട്. ഇതാണ് എനിക്ക് രണ്ടാമത്തെ ഒരു കാരണം. ഇതും ഒരു പോസിബിലിറ്റി ആണ്. ഇനി മൂന്നാമതൊരു കാര്യം എന്ന് പറയുന്നത് ലീഗൽ ആൻഡ് കോർട്ട് ഡിസ്പ്യൂട്ട്സ് എന്ന് പറയും. അതായത് ഇപ്പോൾ കേരളത്തിലുള്ള പ്രൈവറ്റ് കോളേജുകൾ അവർക്ക് ഫീസ് കൂട്ടാൻ വേണ്ടിയിട്ട് സർക്കാരുമായിട്ട്, ഇപ്പോൾ സർക്കാരാണല്ലോ പ്രൈവറ്റ് കോളേജിൽ ഇത്ര ഫീസ് മേടിച്ചാൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ കോടതിയിലോട്ട് പോകും. നിയമപരമായിട്ട് അവരെന്ത് ചെയ്യും, അത് കോടതിയിൽ പറയും. അപ്പോൾ അതുമായിട്ട് നിയമപരമായിട്ട് കോടതിയിൽ എന്തെങ്കിലും ലീഗൽ ആക്ഷൻസ് ഉണ്ടെങ്കിൽ അതും ഒരു പോസിബിലിറ്റി ആയിട്ടുള്ള കാര്യമാണ്. ഇനി നാലാമത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്, ഇപ്പൊ കേരളത്തിൽ പല പാരാമെഡിക്കൽ കോഴ്സുകൾക്കും സീറ്റുകൾ കുറവായതുകൊണ്ട് ലേറ്റ് ആയിട്ട് സീറ്റുകൾ കൂടുതൽ, ഇപ്പൊ പുതിയ സർക്കാർ വന്നു, ചിലപ്പോൾ മേ ബി പല പ്രൈവറ്റ് കോളേജുകളിലും ഗവൺമെന്റ് കോളേജുകളിലും സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നുണ്ടാവാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ നടക്കുന്നുണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് LBS ഡിലേ ആവാനുള്ള കാരണം. അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം, കഴിഞ്ഞ പ്രാവശ്യം ജൂണില് ഇതിന്റെ അലോട്ട്മെന്റ് തീർന്നു. ഇപ്രാവശ്യം അലോട്ട്മെന്റ് അല്ല, ആപ്ലിക്കേഷൻ തീർന്നു. ഇപ്രാവശ്യം ജൂണിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ട് പോലും ഇല്ല. മെയ് 4 ഇതിന്റെ നോട്ടിഫിക്കേഷൻ LBS കഴിഞ്ഞ പ്രാവശ്യം വന്നേ. മെയ് 14 മുതൽ അപേക്ഷ കൊടുത്തു. ജൂൺ 4 വരെ എന്തുണ്ടായിരുന്നു, അപേക്ഷിക്കാനുള്ള അവസാന തീയതി വരെ ഉണ്ടായിരുന്നു. ഓഗസ്റ്റിൽ അലോട്ട്മെന്റും വന്നു, അതിന് മുമ്പ് റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് ഡിലേ ആവാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം, നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഇപ്പൊ തന്നെ കണ്ടുവെക്കുക. നിങ്ങളുടെ റാങ്ക് എത്രയാണ്, അതിൽ കിട്ടാൻ ചാൻസ് ഉള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കാൻ പറ്റും. അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. എല്ലാ പാരാമെഡിക്കൽ കോഴ്സും അതിലുണ്ട്. അപ്പോൾ LBS കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്ത് കൊടുക്കുന്നുണ്ട്, പ്രോസ്പെക്ടസ് കൊടുക്കുന്നുണ്ട്. അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുക. ഇതിനു വേണ്ടി കാത്തു നിൽക്കണ്ട.
അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തോളൂ. LBSുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും വാട്സപ്പിൽ നിങ്ങൾക്ക് കിട്ടും. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, ഏതൊക്കെ കോളേജുകളാണ് നല്ലത്, അത് ഞങ്ങളുടെ രീതിയിലാണ് കേട്ടോ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജുകൾ ഉണ്ടാവും. ഞങ്ങൾ ഒരു ബേസിക് ഒരു കാറ്റഗറൈസേഷൻ ഞങ്ങളുടെ രീതിയിൽ കാറ്റഗറി ഒക്കെ ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്യും. അതും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. LBS അപേക്ഷിക്കാനുള്ള ഫീസ് പറയുമ്പോൾ ജനറൽ കാറ്റഗറിക്കും അതുപോലെ തന്നെ സർവീസ് കോട്ടയിലുള്ള ആൾക്കാർക്കാണെങ്കിലും 800 റുപ്പീസ് ആണ് ഫീസ് വരുന്നത് ഒരു കുട്ടിക്ക്. അതുപോലെ തന്നെ SC/ST കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്കാണെങ്കിൽ അറൗണ്ട് 400 റുപ്പീസ് ആണ് ഫീസ് വരുന്നത്. അപ്പോൾ LBS അപേക്ഷ കൊടുക്കുന്നത് LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ ആണ്. www.lbscenter.kerala.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എല്ലാവർക്കും അപേക്ഷ കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ്, ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് എന്തായാലും ഇൻഡെക്സ് മാർക്കിന്റെ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതൊക്കെ നോക്കിയിട്ട് ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, ആ ഇൻഡെക്സ് മാർക്കിനനുസരിച്ചിട്ട് ഏതൊക്കെ കോഴ്സുകൾ കിട്ടും, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് കിട്ടുമോ, കിട്ടില്ലെങ്കിൽ ഔട്ട് ഓഫ് കേരള നേരത്തെ തന്നെ നോക്കി വെക്കുക. നല്ല കോളേജുകളിലൊക്കെ സീറ്റുകൾ ഇപ്പൊ തന്നെ ഫില്ലായി കഴിഞ്ഞു. അപ്പോൾ നേരത്തെ തന്നെ നോക്കി വെക്കുന്നത് നല്ലതാണ്. നല്ല മെഡിക്കൽ കോളേജുകളിലൊക്കെ നോക്കി വെക്കാം. ഇതൊക്കെയാണ് ഇതിന്റെ കാര്യം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഹെൽപ്പിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം.